മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്, ഭയങ്കരമായിട്ട്. ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് ഇന്നത്തെ ദിവസം. അതാണ് ഞാൻ ഇന്ന് എക്സൈറ്റ് ആവാനുള്ള കാരണം. ഈ ഫോട്ടോഷൂട്ടിൻ്റെ ബാക്കിൽ വേറൊരു സംഭവമുണ്ട്. കുറേ നാളായി ഗൈസ് നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് നടക്കണല്ലേ. എനിക്ക് ചെറുതായിട്ടൊന്ന് അഭിനയിക്കാനൊരു താല്പര്യം. ചിലപ്പോൾ നടന്നാലോ ഗൈസ്. 2-3 ദിവസം മുമ്പ് ഒരു കാസ്റ്റിംഗ് കോൾ കണ്ട് ഗൈസ്. ആ സാധനം കണ്ടപ്പോഴത്തേക്ക് എന്നാൽ തന്നെ നമുക്ക് നോക്കിയാലോ ഗൈസ്. അതുകൊണ്ട് 2-3 ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വിളിക്കുവാണെങ്കിൽ പോയി അഭിനയിക്കണം ഗൈസ്. സോ ഗൈസ്, മിസ് ചെയ്യാൻ പറ്റില്ല ഈ സംഭവം. അതിന് വേണ്ടിയിട്ടാണ്. എങ്ങാനും ഞാൻ ഭാവിയിലൊരു നായകനായാലോ. ഏത് സമ്മതിക്കൂല ഗൈസ്. ഞാൻ സ്റ്റുഡിയോയിലെത്തി ഗൈസ്. ഹലോ ബ്രോ, ഫോട്ടോ എടുക്കാം. ഗൈസ് ഞാൻ വന്നു. ഈ കോലത്തിൽ കിടക്കണം. ഞാനിപ്പം മാറിയിട്ട് വേറെ ആകുമ്പോൾ ഗൈസ്. കിട്ടിലും വിൽക്കായിരിക്കണം, അടിപൊളിയായിരിക്കും. ഹെയർ കൂടെ സെറ്റ് ഒരു കുത്തിക്കാനെടുത്ത് കേസ് കൊള്ളാതെ കേസ്. പക്ഷെ മുടി ഭയങ്കരമായിട്ട് ചെതറിക്കിടക്കുന്നു. ഹെയർ സെറ്റ് ചെയ്യും. ഗൈസ് നമ്മുടെ ഫോട്ടോ എടുത്തു. ആ ഓക്കെ. ഗൈസ് ഞാൻ ഫോട്ടോ എടുക്കുക കഴിഞ്ഞു. ഈ ഫോട്ടോ അവർക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ആക്ട് ചെയ്യൂല, എന്ത് ചെയ്യൂല. എന്തെങ്കിലും കിട്ടിയാൽ മതി. ഞങ്ങളങ്ങനെ 1000 ഗൈസ്. ഇന്നലെ ഫോൺ എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഇന്ന് ഒന്നുകൂടെ പോയി എടുക്കാം. ഈ വണ്ടിയുടെ അപ്പുറത്ത് കിടപ്പുണ്ട് കട. ഹലോ, അതാണ് കണ്ടു മനസ്സിലായേ. വിട്ടല്ലേ ഞങ്ങൾ ഫോൺ ഫിക്സ് ചെയ്തു. സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടാണ് ഫോൺ എടുത്ത്. ഇതാണ് സാംസങ്ങിന്റെ പകരയുടെ കാര്യം നമ്മൾ പറയും. കൈസ് അങ്ങനെ ഞങ്ങൾ ഫോൺ എടുത്ത് ഭീമ ജ്വല്ലേഴ്സിന്റെ ഓപ്പോസിറ്റ് ലൊക്കേഷൻ നോട്ടാ നോക്കി വെച്ചോ. വെളിയിറങ്ങിയിട്ട് കടയിൽ ഞാൻ കാണിച്ചില്ല. യൂസ്ഡ് ഫോൺ ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങളൊക്കെ അന്നും വിചാരിച്ചില്ല. പറഞ്ഞത് എത്ര ഉണ്ടെന്ന് ഞാൻ ഇവിടെ കുറെ ഇരിക്കൊണ്ട് പിന്നെ അപ്പുറം സെല്ല് ഇഷ്ടമുള്ളത് നോക്കി നോക്കിയെടുക്കും. കുറെ സമയം എടുക്കും. ഞങ്ങൾ നോക്കി കുറെ നേരമായി. ഓക്കെ സാർ, പറമ്പിലൊക്കെ വേണമെങ്കിൽ എന്താ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. വേണമെന്നൊരു വന്നിട്ട് കേസ് ഈ ഏരി ഭാഗത്തുള്ള ആൾക്കാരില്ല. ആ ഒരു ഉള്ള കേസ് ഇഷ്ടപ്പെട്ട് ഞങ്ങളൊരു ഫോൺ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേസ്. അങ്ങനെ ഞങ്ങൾ സാധനം മേടിച്ചിട്ട് റോഡിൽ ഇറങ്ങി. ദോണ്ട കൈസ് കിങ്സ് മൊബൈൽസ് കണ്ട, അതാണ് ഷോപ്പ്. ഇവിടെ വരുന്ന ആൾക്കാർ അവിടെ നിന്ന് ഫോൺ എടുക്കുക കൈസ്. ആ ഒരു സിറ്റിയിൽ കൊള്ളാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സാധനം കിട്ടിയോണ്ട് കൈസ് കൊള്ളാം അല്ലേ. അതെ ആ കൈസ് അത് പറയാൻ പോയി. ആദ്യം എത്ര അവിടെ 2 രൂപ ഫോൺ ഇരിക്കുന്നത് ഞാൻ കണ്ട് കഴിച്ചു. 2 രൂപ അതിലുള്ള ഫോണിന് മേലോട്ട് ഇഷ്ടംപോലെ ഫോൺ തിരിപ്പുണ്ട്. ആർക്കാണെങ്കിലും വന്നിരിക്കാം. യൂസ്ഡ് ഫോണിൽ സെക്കൻഡറി ഫോൺ വേണ്ട ആൾക്കാർക്ക് വന്നിരിക്കാം കൈസ്. വേണ്ട കൈസ് ഭീമ അതിന്റെ എതിർ സൈഡായിട്ടാണ് കൈസ്. ഇത് ഫസ്റ്റ് പമ്പല്ലേ? ആ ട്രിവാൻഡ്രം പോകുമ്പോൾ ഫസ്റ്റ് പമ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത് പമ്പിനോട് ചേർന്നിരിക്കുന്ന കൈസ് ഷോപ്പ്. അപ്പോൾ കൈസ് ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ.